ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഇടയ്ക്കൊക്കെ കുറച്ചൊരു മടി പിടിക്കുമല്ലോ, അങ്ങനെ മടി പിടിച്ചതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിൽ വന്നിരിക്കുവാണ്. ഇന്ന് വന്നതാണ് കേട്ടോ. ഞാനും കുട്ടികളും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ബ്രദറും ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികളെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് അടുത്ത് മംഗൽ ഡാമിനടുത്തായിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ പോവാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് ബ്രദർ പോയിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളിനി റെഡി ആവണം. അതെ അതെ, കാണാനും കുളിക്കാനും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അവിടെ പോകുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഞാനിതുവരെ പോയിട്ടില്ല. മോനെല്ലാം പോയിട്ടുണ്ട്, മോൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വീടിന് മുമ്പിൽ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉമ്മയുടെ ക്രിയേഷൻസ് ആണ്. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. വെള്ളച്ചാട്ടമാണ് ചെറിയ. അപ്പോൾ എല്ലാവർക്കും സേഫായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം കേട്ടോ. മമ്മി വന്നില്ല? അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ട്രാക്ക് സൂട്ടും ടീഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി അവിടെ ചെന്ന് കാണാം. ടേണിങ് കഴിഞ്ഞ് അളിയമ്മാടെ വീട് എത്തിയതായില്ലേ? ഇതിലേ പോണ അളിയമ്മാടെ വീട്ടിൽ. ഇതില് പോയ 16 18 ആ സ്ഥലത്തിന്റെ പേരില്ലേ? 16-ലല്ലേ ജാസ്മിൻ അംഗനവാടി പോയിക്കൊണ്ടിരുന്നേ? അതെ അതെ. ഞങ്ങൾ ഒരുപാട് നാള് വന്ന വഴികളാണ് കേട്ടോ. എൻ്റെ എളാമ്മയുടെ വീട് കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടത്തേക്ക് സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ വന്നതാണ്. അന്നൊക്കെ കുറേ ദൂരം റോഡ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി നടന്നു വേണം വരാൻ. പിന്നെ മലയോര പ്രദേശമാണ്, ഫുൾ റബ്ബർ എസ്റ്റേറ്റും അങ്ങനെയുള്ളൊരു പ്രത്യേക അനുഭവങ്ങളാണ്. അപ്പോൾ ആ വഴി കൂടെയൊക്കെ വീണ്ടും വീണ്ടും വരുമ്പോൾ ഒരു പഴയ അനുഭവങ്ങൾ, സന്തോഷങ്ങളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. നമ്മൾ കുത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ആ വഴിയിലോട്ട് തിരിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ വഴികൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി കുറച്ച് നടക്കണം എന്ന് തോന്നണം അല്ലേ? അതെ, എന്തായാലും എനിക്കറിയാം. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോവുക? വഴി എങ്ങനെ ഇറങ്ങണം? നമ്മൾ അത് ഇങ്ങോട്ട് വരില്ല ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ റീച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വഴി കേട്ടോ, സൂക്ഷിച്ചിറങ്ങണം. ഒരു കുഞ്ഞ് വഴിയാണ്. കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള വഴിയാണ്. കല്ലും പിന്നെ സ്ലോപ്പുമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങണം. ശരി, ഇവിടെ എല്ലാവരും ചാടുകയാണ് കേട്ടോ. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഞാൻ പിടിച്ചു ചാടുന്നത് ഞാൻ എടുക്കാം ഗൈസ്. അത്രയ്ക്ക് വേണോ ചാടുന്നത്? ഇതാ തിരിച്ചു പിടിക്കും. ചാടണ്ട, ഞാൻ ഇറങ്ങാം. ഇങ്ങോട്ട് പിടിക്കും. ഇവിടെ ഒരു ചാടാൻ പോണം ഗൈസ്. ഞാൻ ഇറങ്ങാം. റെസിമാർക്ക് അങ്ങനെ ഒരു കയ്യാല ചാടി കേട്ടോ. പാറയാണ്, സൂക്ഷിച്ച്.
ആ അടുത്ത് തന്നെ കേട്ടോ, റോഡ് സൈഡ് തന്നെയാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്ഥിതി കേട്ടോ. ഇവിടുത്തെ കാഴ്ച ഇതാണ്. അതിന്റെ ശരിയായിട്ടുള്ള ആ ഒരു നമ്മളെങ്ങനെ അങ്ങോട്ട് പോവാ? അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. അല്ലാതെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയാ അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി കാണിച്ചു തരാം. ഒരു മിനിറ്റ് വാ. അല്ല, നീ ഇവിടെ കളിക്കണ്ട, അവിടെ കളിക്കണ്ട, മാമാരെ കൂടെ ഉരുതി വരാൻ വരുന്ന സ്ലൈഡിന് വരണ്ട. അവര് ഏതോ ഒരു വഴി കൂടെ നടന്നു പോയിരിക്കുക. നമുക്ക് ഈ വഴി ഇങ്ങനെ നടന്ന് അവിടെ എത്തും. നമുക്ക് പോവാം. ആ ഫസ്റ്റ് ടൈം അല്ലേ മോൾ? ഇതുവരെ വന്നില്ലല്ലോ ഇവിടെ. കൊതുക് എന്തോ കടിക്കുന്നുണ്ട് മോളുടെ കാലില് പുറകില്. അതിൽ മുട്ടാതെ ചാട്. അപ്പൊ നിങ്ങൾ പിടിക്ക്. ഇല്ല, മാമ വരുന്നില്ല ഇങ്ങോട്ട്. മാമ അതിലേ വരാനാ. ഇല്ല, അത് കറണ്ടൊന്നും ആയിരിക്കില്ല. അത് ആണെങ്കിൽ അത് രാത്രിയെ പാസ് ചെയ്യുള്ളൂ. ഇവിടെ ഒരു കമ്പി ഉണ്ടേ, കറണ്ട് പാസ് ചെയ്യണതാണോ എന്നൊരു പേടി. കാരണം ഈ വന്യജീവികളുള്ള ഏരിയ അല്ലേ. ഞാനെന്തായാലും വിജയകരമായി ക്രോസ് ചെയ്തു എൻ്റെ നീസിൻ്റെ സഹായത്തോടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഒരു പേടി അതിൽ സ്ലൈഡ് ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ ബ്രദർ അതിലെ വരുന്നുണ്ട് കേട്ടോ. ഇത് മംഗലം ഡാമിനടുത്തുള്ള ഒരു മലമ്പ്രദേശമാണ് കേട്ടോ. അപ്പോൾ മലകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ വരുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, ഒരു ചെറിയ പാറയും അതിന് താഴത്തേക്ക് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഇപ്പം കയറിയിരിക്കുന്നില്ല ആ പാറ, അതിനകത്തൊരു ചെറിയ ഗുഹ പോലെയുണ്ട്. അതായത് ഒരു 2 പേർക്കൊക്കെ ചെറുതായിട്ട് നിൽക്കാൻ പറ്റുന്നത് കേട്ടോ. നേരെ കയറിയില്ലെങ്കിൽ അതിനകത്തോട്ട് തലമുട്ടും, അത്രയും ചെറിയൊരു ഗുഹയാണ്. അപ്പോൾ എൻ്റെ ആങ്ങളിപ്പോൾ അതിലോട്ട് കയറിപ്പോയിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനിയിപ്പം അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെയാണ് വെള്ളച്ചാട്ടം വരിക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നതാണ്. അതപ്പോൾ ആൾ പുറത്തേട്ടും വന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഒന്നാമത് ഈ ഓണസമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൂടാതെ പിന്നെ മലമ്പ്രദേശത്തുള്ള വെള്ളവും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങാൻ മടിച്ച് നിൽക്കുവാണ്. ചെറുതായി കാലൊക്കെ നനയ്ക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രദർ എല്ലാവരും ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ വെള്ളം താഴേക്ക് ചാടുന്ന ഭാഗങ്ങളിലായിട്ട് കുറച്ച് താഴ്ചയുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബ്രദർ ഓരോരുത്തരായിട്ട് സേഫായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പം ഇവരാണെങ്കിൽ മടിച്ച് നിൽക്കുവാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ കയറി വെള്ളത്തിലോട്ട് ഇറങ്ങാനും പറ്റില്ലായിരുന്നു.
പിന്നെ ഞാനൊരു അബദ്ധം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്തു, പക്ഷേ റിസീവർ കണക്ട് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ അതുകൊണ്ട് നാച്ചുറൽ സൗണ്ട് കുറച്ച് ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ബ്രദർ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നെ ഞാനപ്പം ചെറുതായിട്ട് ക്യാമറ മറ്റൊരാളുടെ അടുത്ത് കൈമാറിയിട്ട് അകത്തോട്ട് കയറി വെള്ളത്തിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും അവിടെ ഒരു ഞങ്ങളുടെയൊക്കെ പരിസരത്തുള്ള ഒരു അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രാഹ്മണാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇവിടെ വന്നിട്ടില്ല, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള ആളാണ് അത്രേ. അപ്പം കുറച്ച് സമയമൊക്കെ അദ്ദേഹവും ഇവിടെ ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചു. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അതായത് ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ ആളുകൾ ഈ പരിസരത്തുള്ളവരെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ ഈ വെക്കേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, ഇവിടെ വന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ചാടി കളിച്ച് കുളിച്ചിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാമിലിയിൽ ഏകദേശം എല്ലാവരും ഇവിടെ വരുന്നവരാണ്. ഞാനും എൻ്റെ ഇക്കയും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഇതുവരെ വരാത്തുള്ളൂ. എൻ്റെ ആങ്ങളെയും പിന്നെ ചേച്ചിയുടെ മക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് മുൻപും. അപ്പോൾ എൻ്റെ ബ്രദർ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി തിരിച്ചു വന്ന ആൾ തണുത്ത് വിറച്ച് നിൽക്കുവാണ് കേട്ടോ. ഇനി അടുത്ത ആളെ ആങ്ങളെ വിളിക്കുവാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ക്യാമറ കണക്ട് ചെയ്ത് തെറ്റായിപ്പോയി, അതുകൊണ്ട് സൗണ്ടുകൾ കുറച്ച് റിയലായിട്ടുള്ള സൗണ്ടെല്ലാം മിസ്സായിപ്പോയി കേട്ടോ. അത് ശരിക്ക് വലിയൊരു നഷ്ടമായിരുന്നു. പിന്നീട് ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് അതങ്ങനെ അറിഞ്ഞത്. പിന്നെ ആങ്ങളെ വെള്ളത്തിലിറങ്ങാൻ മടിച്ചവരെ എല്ലാവരെയും വെള്ളം തേവിയിട്ട് നനയ്ക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ കളിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി, അതേപോലെ തിരിച്ചും കൊണ്ടുവന്നു. അവസാനമാണ് എന്നെ കൂട്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയതുപോലെ തന്നെ കയ്യിൽ പിടിച്ച് കൂട്ടിയിട്ട് പോയി. പിന്നെ അവിടെ ആ പാറയുടെ അടുത്ത് എൻ്റെ റംസി എന്നാണ് എൻ്റെ ആങ്ങളയുടെ പേര്. അപ്പോൾ റംസി കാല് വെച്ച് ആ ഗ്രിപ്പിൽ ചവിട്ടിയിട്ടാണ് എന്നെ അതിന് മേളിലോട്ട് കയറ്റിയത് കേട്ടോ. അതായത് ഈ രണ്ട് സൈഡിലും വെള്ളം വീഴുന്നതുകൊണ്ട് നല്ല കുഴികളുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആ വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ. അല്ലെങ്കിൽ ആ കുഴിയിൽ പെട്ടുപോകാൻ നമ്മൾ ഇതുവരെ പരിചയമില്ലാത്തവർ പോകുമ്പോൾ ചിലപ്പോൾ അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. നീന്തലൊക്കെ അറിയുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിന് മുകളിൽ കയറി കുറച്ച് സമയം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ വെള്ളം ചാടാൻ നല്ല ഫോഴ്സിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കുഴി പോലെയുണ്ട്. ഈ വെള്ളം വീണിട്ട് കുഴിയായിട്ടുണ്ട്. അവിടെ അടിയിൽ മണലാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആ കുഴിയുടെ അകത്തോട്ട് കയറിയിട്ട് മെല്ലെ ആ ബാക്കിലോട്ട് കയറി പോയാൽ മതി. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് മേളിലേക്ക് അകത്തോട്ട് കയറി പോവുക. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് ചെറുതായിട്ടൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ പോയതുകൊണ്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് ഞങ്ങൾ അവിടെ റിലാക്സായി നിന്ന ശേഷം പിന്നീടാണ് പുറത്തോട്ട് വന്നത് കേട്ടോ. തിരിച്ച് ആ ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വന്ന ശേഷം ഞങ്ങൾ കുറച്ച് റിലാക്സായി അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ എന്നെ കൊണ്ടുപോയതുപോലെ തന്നെ അതേപോലെ തിരികെയും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വൈകിയാണ് അവിടെ എത്തിയത്. 5:45 ഞങ്ങൾ അവിടെ എത്താൻ. അപ്പോഴാണ് മോൾക്ക് മീൻ പിടിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ മീനാണെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കാലിലൊക്കെ വന്ന് കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കാനായിട്ട് റംസിയും മോളും കൂടെ തോർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഒരുപാട് വൈകിട്ടുമുണ്ട്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം ഈ മീൻ ഈ തോർത്തിലൊക്കെ കിട്ടാനായിട്ട്. അപ്പം അവർ കുറേ സമയം അതുകൊണ്ട് ഇരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോൾ തന്നെ 6:30 കൂടെ സമയമായിട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്തപ്പം ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളത് ആലോചിച്ചപ്പം പെട്ടെന്ന് അതെല്ലാം നിർത്തി. പിന്നെ മഴ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതാണ് റംസി മുകളിലോട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങനെ തോർത്തെല്ലാം കഴുകിയെടുത്ത് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇനി പോയി ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അതിൽ പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യാത്രാ സ്നേഹിക് സൈനിങ് ഔട്ട്. ബൈ.